അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? വായോ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി ചിക്കൻ ഞാനൊരു പാത്രത്തിലോട്ട് ഇടുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ചിക്കൻ മസാലയും പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് തിരുമ്മി എടുക്കണം. എല്ലാ കഷ്ണത്തിലും ഈ പൊടികളൊക്കെ അങ്ങ് പിടിക്കണം ഗൈസ്. അങ്ങനെ ആക്കിയെടുക്കുക. കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്കൊരു 25 മിനിറ്റ് ഇതിനൊന്ന് സെറ്റാവാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ പുറത്തെടുക്കാം. അപ്പോഴേക്ക് ചീനച്ചട്ടിയൊക്കെ ഒന്ന് നന്നായി കഴുകിയിട്ട് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരാളെ കാണുന്നില്ല. ഞാൻ വേഗം ഉള്ളിൽ കയറി നോക്കുമ്പോഴേക്ക് കാണുന്നൊരു കാഴ്ചയാണ് ഗൈസ് ഇത്. ചുമരിൽ ഇങ്ങനെ പെൻസിലെല്ലാം എടുത്ത് വരച്ച് കളിക്കുകയാണ്. അപ്പോൾ അവരവിടുന്ന് കളിച്ചോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് തിരിച്ചു വരാം. അങ്ങനെ ഞാൻ തിരിച്ച് നോക്കുമ്പോഴേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെയാണ് ചിക്കൻ ഇവിടെ ഉണ്ടാക്കുന്നത്, ചിക്കൻ പൊരിക്കുന്നത്. നിങ്ങളെങ്ങനെയാണെന്നുള്ളത് കമൻറ്റിൽ പറയണം. പിന്നെ ഞാനൊരു രസമായിക്കോട്ടെ, വീഡിയോക്ക് രസമായിക്കോട്ടെ ചോദിച്ച് കുറച്ച് ഉള്ളിയൊക്കെ മുറിച്ച് അതിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട, അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെയും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കമൻറ്റിലൊന്ന് പറയാനും മറക്കരുത്. ഇച്ചുവിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഇതൊക്കെ കൂട്ടി ഒരു ചോറ് അങ്ങോട്ട് ഒരു പിടി പിടിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സി.